മസ്കത്ത് ഗവർണറേറ്റിലെ ജ്വല്ലറിയിൽ നിന്ന് പട്ടാപ്പകൽ 1.5 ലക്ഷം റിയാലിന്റെ സ്വർണവും മറ്റു പണവും കവർന്ന സംഭവത്തിൽ 4 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യക്കാരാണ് പിടിയിലായത്. ജ്വല്ലറി ജീവനക്കാരെ തോക്കിൻ മുനയിൽ നിർത്തിയായിരുന്നു കവർച്ച. സീബ് വിലായത്തിലെ ജ്വല്ലറിയിലാണ് സംഭവം. സ്വർണ്ണക്കടയിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിക്കുകയും ചെയ്ത സംഘത്തെ മസ്കത്തിലെയും വടക്കൻ ബാത്തിന ഗവർണറേറ്റുകളിലെയും പോലീസ് കമാൻഡുകൾ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനുമായി സഹകരിച്ചാണ് ഇവരെ വലയിലാക്കിയത്. മോഷണത്തിന് ശേഷം കുറ്റവാളികൾ രക്ഷപ്പെടുകയായിരുന്നു. അധികൃതർ ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. ഫോറൻസിക് സംഘത്തിന്റെ പിന്തുണയോടെ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ സംഘം സ്ഥലത്തെ തെളിവുകളും വിരലടയാളങ്ങളും ശേഖരിച്ചു. മോഷ്ടിച്ച ലൈസൻസ് പ്ലേറ്റുള്ള വാഹനത്തിലാണ് പ്രതികൾ സഞ്ചരിക്കുന്നതെന്ന് സുരക്ഷാ ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തി. വിരലടയാള തെളിവുകൾ സാങ്കേതിക വിശകലനം നടത്തിയാണ് പ്രതികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് എല്ലാ കുറ്റവാളികളെയും പിടികൂടുകയും മോഷ്ടിച്ച എല്ലാ സ്വത്തുക്കളും തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഗൾഫ് മാധ്യമം, മസ്കത്ത്.